കേട്ടറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസ് എക്സാമിന് പെഡഗോജിയിൽ നിന്നും ചോദിച്ച ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കൈനസ്തെറ്റിക് അപ്രോച്ച് ടു റീഡിംഗ്? എ. ലിസണിംഗ് ടു എ ലെക്ചർ ക്ലാസ് ഓൺ വൊക്കാബുലറി, reciting a poem, using models of letters to form words, visually identifying syllables on alphabet cards. നമുക്കറിയാം കൈനസ്തെറ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ നടന്നിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്, യൂസിങ് മോഡൽസ് ഓഫ് ലെറ്റേഴ്സ് ടു ഫോം വേർഡ്സ്. അതിനകത്ത് മാത്രമാണ് ഒരു കൈനസ്തെറ്റിക് അപ്രോച്ച് ഉപയോഗിക്കപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ടെസ്റ്റ് വിച്ച് മെഷേഴ്സ് pupils' attainments and progression in a specific subject or topic over a set period of time. Achievement test, diagnostic test, formative test and prognostic test. Pupils' attainments and progression in a specific subject or topic over a set of period of time എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആൻസർ എ ആണ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. നെക്സ്റ്റ് വൺ, എ ഹോൾ ഹാർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിംഗ് ഇൻ എ സോഷ്യൽ എൻവയോൺമെൻറ്റ്. ഡാൾട്ടൺ പ്ലാൻ, എക്സ്പെരിമെൻറ്റ്, ലെക്ചർ, പ്രൊജക്റ്റ്. ഡി ആണ് കറക്റ്റ് ആൻസർ. പ്രൊജക്റ്റിൻ്റെ ഡെഫിനിഷനാണ് എ ഹോൾ ഹാർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിംഗ് ഇൻ എ സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് ദി അഡ്വൈസറി ബോഡി ഫോർ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഓൺ ആൾ മാറ്റേഴ്സ് പെർട്ടൈനിങ് ടു ടീച്ചർ എഡ്യൂക്കേഷൻ? NCTE, NCERT, SCERT, UGC. എ ആണ് കറക്റ്റ് ആൻസർ, NCTE. നെക്സ്റ്റ് വൺ, വിച്ച് ഡൊമൈൻ ഇൻവോൾവ്സ് visualizing and formulating experiments, designing instruments and machines, relating objects and concepts in new ways? Application domain, attitudinal domain, creativity domain, process domain. ഈ പറയുന്ന എല്ലാ പ്രോസസ്സുകളും ഇൻവോൾവ് ചെയ്യുന്നത് ക്രിയേറ്റിവിറ്റി ഡൊമൈനിലാണ്. ആൻസർ സി, ക്രിയേറ്റിവിറ്റി ഡൊമൈൻ. Next one, which among the following is one of the 5 basic principles of NCF 2005? Connecting knowledge to life outside the school, developing school infrastructure, providing teacher training and incentives, promoting integrated curriculum. ഇതിനകത്ത് എ ആണ് കറക്റ്റ് ആൻസർ, കണക്റ്റിംഗ് നോളജ് ടു ലൈഫ് ഔട്ട്സൈഡ് ദി സ്കൂൾ. Next one, the main function of NCERT is an extension work with state education departments centering around the improvement of higher education, school education, vocational education, technical education. B ആണ് ആൻസർ, school education. Next one, a teaching outline of the important points of a lesson arranged in the order in which they are to be presented. Action plan, lesson plan, unit plan, year plan. Answer B ആണ്, lesson plan. Next one, among the following statements, which one comes under 4 pillars of education? Learning to act, learning to earn, learning to think, learning to be. ഡി ആണ് കറക്റ്റ് ആൻസർ, ലേണിംഗ് ടു ബി. പെഡഗോജിയിൽ വരുന്ന ഈ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് വൺ, ഹൂ ഡെവലപ്ഡ് ടാക്സോണമി ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ? ആൻഡേഴ്സൺ ആൻഡ് റാത്വോൾ, ബിഗ്സ് ആൻഡ് കോളിസ്, BS ബ്ലൂം, മക്കോർമാർക്ക് ആൻഡ് യാഗർ. ടാക്സോണമി ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തത് മക്കോർമാർക്കും യാഗറും ചേർന്നാണ്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഡി ആണ്. നെക്സ്റ്റ് വൺ,
Who is the founder of Dalton method? Armstrong, D.W. Allen, Helen Parkhurst, John Dewey. ഡാൾട്ടൺ മെത്തേഡിൻ്റെ ഫൗണ്ടറാണ് ഹെലൻ പാർക്ക്ഹേസ്റ്റ്. കറക്റ്റ് ആൻസർ സി ആണ്. നെക്സ്റ്റ് വൺ. വിച്ച് എമംഗ് ദി ഫോളോയിങ് വിൽ കം അണ്ടർ ദി പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻ? പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഡിസിപ്ലിൻ, പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിംഗ്, പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ. ഇതിനകത്ത് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ മാത്രമാണ് കരിക്കുലം കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധമുള്ളത്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ എ. നെക്സ്റ്റ് വൺ. വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പെഡഗോജിക്കൽ അനാലിസിസ്? കണ്ടന്റ് അനാലിസിസ്, കരിക്കുലം ഡിസൈനിങ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ്, ലേണിംഗ് എക്സ്പീരിയൻസ്. ഇതിനകത്ത് പെഡഗോജിക്കൽ അനാലിസിസിൻ്റെ ഭാഗമല്ലാത്തത് ബി ആണ്, കരിക്കുലം ഡിസൈനിങ്. നെക്സ്റ്റ് വൺ. IT at school was formed in 2003, 2005, 2004, 2001. കറക്റ്റ് ആൻസർ ഡി ആണ്, 2001. നെക്സ്റ്റ് വൺ. One among the following is not in the 6 different validities of a good science curriculum as envisaged by NCF 2005. Cognitive validity, content validity, construct validity, process validity. ആൻസർ സി ആണ്, കൺസ്ട്രക്ട് വാലിഡിറ്റി. നെക്സ്റ്റ് വൺ. വെർസാറ്റൈൽ ICT enabled resources for students is entertainment channel only, edutainment channel, game channel only, science channel only. വിക്ടേഴ്സ് ചാനലാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ആൻസർ ബി ആണ്, എഡ്യൂട്ടൈൻമെൻറ്റ് ചാനൽ. നെക്സ്റ്റ് വൺ. വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി കരിക്കുലം? ഇവാലുവേഷൻ, ലേണിംഗ് എക്സ്പീരിയൻസസ്, പ്രൊഫഷണൽ എത്തിക്സ്, സിലബസ്. ഇതിനകത്ത് കരിക്കുലത്തിൻ്റെ ഭാഗമല്ലാത്തത് സി ആണ്, പ്രൊഫഷണൽ എത്തിക്സ്. നെക്സ്റ്റ് വൺ. വിച്ച് സിറ്റുവേഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ യൂസിങ് ലെക്ചർ മെത്തേഡ്? For formulating a tentative solution, for giving individual attention to students, for giving hands-on experiences to students, for introducing and summarizing lessons. ഇതിനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഡി ആണ്, ഫോർ ഇൻട്രൊഡ്യൂസിങ് ആൻഡ് സമ്മറൈസിങ് ലെസൺസ്. നെക്സ്റ്റ് വൺ. ആൻ അപ്രോച്ച് ഓഫ് കരിക്കുലം ഓർഗനൈസേഷൻ where a continuous and unbroken learning of the subject matter through various levels of education is ensured. Concentric approach, interdisciplinary approach, spiral approach, topical approach. Correct answer C ആണ്, spiral approach. Next one. An integrated process skill in science: classifying, experimenting, measuring, observing. എക്സ്പെരിമെൻറ്റിംഗ് ആണ് ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോസസ് സ്കിൽ. ആൻസർ ബി ആണ്. നെക്സ്റ്റ് വൺ. സ്കിൽ എസെൻഷ്യൽ ടു ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് സയൻറ്റിഫിക് ഇൻഫർമേഷൻ: കമ്പ്യൂട്ടർ സ്കിൽസ്, പ്രോസസ് സ്കിൽസ്, ലൈഫ് സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്. ബി ആണ് കറക്റ്റ് ആൻസർ, പ്രോസസ് സ്കിൽസ്. Next one. What helps a teacher to adopt effective instructional aids and strategies in teaching learning process? Competitive analysis, content analysis, pedagogic analysis, SWOT analysis. Correct answer C ആണ്, pedagogic analysis. Next one. Who is considered as the father of cognitive constructivism? ബ്രൂണർ, ഗാഗ്നെ, പിയാഷെ, വൈഗോട്സ്കി. പിയാഷെയാണ് കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ആൻസർ സി. നെക്സ്റ്റ് വൺ. വിച്ച് ഏജൻസി പബ്ലിഷ്ഡ് NCF 2005? CBSE, NCTE, SCRT, NCRT. NCRT ആണ് NCF 2005 പബ്ലിഷ് ചെയ്ത ഏജൻസി. ആൻസർ ഡി. നെക്സ്റ്റ് വൺ.
Inquiry-based learning approach begins with a question to answer, exploration, laboratory test, observation. ഇൻക്വയറി ബേസിംഗ് ലേണിംഗ് അപ്രോച്ച് ആരംഭിക്കുന്നത് ഒരു ക്വസ്റ്റ്യനിലൂടെ ആയിരിക്കും. അതുകൊണ്ട് ആൻസർ എ ക്വസ്റ്റ്യൻ ടു ആൻസർ. നെക്സ്റ്റ് വൺ, ഇയർ ഇൻ വിച്ച് NCERT വാസ് എസ്റ്റാബ്ലിഷ്ഡ്. 1963, 1961, 1964, 1962. ബി ആണ് കറക്റ്റ് ആൻസർ. 1961 NCERT എസ്റ്റാബ്ലിഷ് ചെയ്തത്. Next one, science a process approach or SAPA is an outcome of AAAS, ESSS, NCF, SCIS. AAASൻ്റെ ഒരു ഔട്ട്കമാണ് സയൻസ് എ പ്രോസസ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആൻസർ എ ആണ്. നെക്സ്റ്റ് വൺ, മോഡ് ഓഫ് ഗ്രേഡിംഗ് വേർ ഗ്രേഡ്സ് ആർ ഗിവൺ based on predetermined cutoff levels is absolute grading, mastery grading, norm reference grading, relative grading. ക്വസ്റ്റ്യനിൽ പ്രീ ഡിറ്റർമിൻഡ് കട്ട് ഓഫ് ലെവൽസ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൻസർ എ ആണ്, അബ്സല്യൂട്ട് ഗ്രേഡിംഗ്. വാട്ട് ഗിവ്സ് അസ് എ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ദി സബ്ജക്റ്റ് കണ്ടന്റ് ടു ബി ട്രാൻസാക്റ്റഡ് and the skills, knowledge and attitudes which are to be deliberately fostered together with subject specific objectives. Curriculum, objectives, principles and syllabus. ഇതിനകത്ത് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഡി ആണ്, സിലബസ്. നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു മക്കോർമാർക്ക് ആൻഡ് യാഗേഴ്സ് ടാക്സോണമി, collection and compilation of data comes under knowledge domain, process domain, creativity domain, application domain. കളക്ഷൻ ആൻഡ് കമ്പൈലേഷൻ ഓഫ് ഡാറ്റ വരുന്നത് പ്രോസസ് ഡൊമൈനിലാണ്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ബി ആണ്, പ്രോസസ് ഡൊമൈൻ. കഴിഞ്ഞ കേട്ടറ്റ് നാച്ചുറൽ സയൻസ് എക്സാമിന് ചോദിച്ച പെഡഗോജി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. കൂടുതൽ പെഡഗോജി ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനും അവയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ മനസ്സിലാക്കാനുമായി മുൻപ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത പെഡഗോജി ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ കാണാൻ ശ്രമിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.